നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഒടുവിൽ BBC ഇന്ത്യ വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. BBCയുടെ ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം നിർത്താനുള്ള തീരുമാനം രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അളവുകോലായി രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. BBCക്കെതിരെ ആദായ നികുതി വകുപ്പ് തുടരുന്ന നടപടികളെ തുടർന്നായിരുന്നു തീരുമാനം. BBCയിലെ ജീവനക്കാർ ചേർന്ന് രൂപീകരിച്ച കളക്റ്റീവ് ന്യൂസ് റൂം എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വഴിയാകും ഇനി മുതൽ BBC ഇന്ത്യയിലെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഒരു രാജ്യാന്തര മാധ്യമം എന്ന നിലയിൽ BBCക്ക് ഉണ്ടായിരുന്ന സാധ്യതകളും വാർത്തകളെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യവും കാഴ്ചപ്പാടുമെല്ലാം അതേ നിലയിൽ പിന്തുടരാൻ കളക്റ്റീവ് ന്യൂസ് റൂമിന് സാധിക്കുമോ എന്ന ആശങ്ക ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. BBCയും ആദായ നികുതി വകുപ്പിന്റെ നടപടികളും 2023 ഫെബ്രുവരിയിൽ BBCയുടെ ദില്ലി, മുംബൈ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയും തുടർ നടപടികളുമാണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കാൻ BBCയെ നിർബന്ധിതരാക്കിയത്. BBCയുടെ ദില്ലി ഓഫീസിൽ 60 മണിക്കൂറും മുംബൈ ഓഫീസിൽ 55 മണിക്കൂറുമായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. ഒരു ശതാബ്ദത്തോളമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന BBCയെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു നടപടി അഭിമുഖീകരിക്കേണ്ടി വന്നത്. BBCയുടെ പ്രവർത്തനത്തിൽ നിരവധി ക്രമക്കേടുകൾ ഉള്ളതായി റെയ്ഡിന് ശേഷം ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇൻകം ടാക്സ് റൂളിലെ 133A പ്രകാരമായിരുന്നു പരിശോധനയെന്നും ആദായ നികുതി വകുപ്പ് പ്രതികരിച്ചിരുന്നു. പ്രവർത്തനത്തിനനുസരിച്ചുള്ള ലാഭമല്ല BBCക്ക് ഉള്ളതെന്നും ഔദ്യോഗിക വരുമാനവും രാജ്യത്തെ പ്രവർത്തികളും തമ്മിൽ യോജിക്കുന്നില്ല എന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. വരുമാനം വകമാറ്റിയതായും ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഉപകരണങ്ങളും രേഖകളും പരിശോധിച്ചതിലൂടെ ജീവനക്കാരുടെ മൊഴിയിൽ നിന്നും BBCയുടെ പ്രവർത്തനം സംബന്ധിച്ച നിർണായക തെളിവുകളും രേഖകളും ശേഖരിച്ചതായി ആദായ നികുതി വകുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. ഭയരഹിതവും പാർശ്വധാരരഹിതവുമായ പ്രവർത്തനം തുടരുമെന്ന റെയ്ഡിന് പിന്നാലെ BBCയും വ്യക്തമാക്കിയിരുന്നു. എല്ലാത്തിന്റെയും തുടക്കം ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യനിൽ നിന്ന് 2002 ഗുജറാത്തിൽ നടന്ന വംശീയ കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി ആയിരുന്നു പ്രശ്നങ്ങളുടെയെല്ലാം തുടക്കം. 2023 ജനുവരിയിലായിരുന്നു BBC ഡോക്യുമെന്ററി പുറത്തിറക്കിയത്. 2 ഭാഗങ്ങളുണ്ടായിരുന്ന ഈ ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗത്ത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. കലാപത്തിൽ ഇരകളായവരുടെയും സാക്ഷികളുടെയുമെല്ലാം ദൃക്സാക്ഷി വിവരണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഡോക്യുമെന്ററി തയ്യാറാക്കപ്പെട്ടിരുന്നത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോയ വിഷയങ്ങൾ BBC മുന്നോട്ട് വെച്ചിരുന്നു. ഗുജറാത്ത് കലാപത്തിന്റെ നാൾ വഴികളെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുൻപായി ആമുഖം എന്ന പോലെ വർത്തമാനകാല ഇന്ത്യയിൽ വേരുകളാഴ്ത്താൻ രാഷ്ട്രീയ ഹിന്ദുത്വം സ്വീകരിക്കുന്ന മാർഗങ്ങളായിരുന്നു ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗത്തിന്റെ തുടക്കത്തിൽ അടയാളപ്പെടുത്തിയിരുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായുള്ള നരേന്ദ്രമോദിയുടെ പ്രശ്നമുഖരഹിതമായ ബന്ധങ്ങളെക്കുറിച്ചാണ് ഈ സീരീസ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു BBC ഡോക്യുമെന്ററി ആരംഭിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ RSS പ്രവർത്തനത്തിന്റെ നാൾ വഴികളും RSSൽ നിന്നും മോദി BJPയിലേക്ക് നിയോഗിക്കപ്പെട്ടതും ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം അടയാളപ്പെടുത്തിയിരുന്നു.